മുളക് പൊടി നിറച്ച മുട്ട, കല്ലിനു പകരം ഗോലി, ആണി തറച്ച പട്ടിക. വി.ഡി. സതീശൻ്റെ വാക്കും കേട്ട് തലസ്ഥാനത്ത് അക്രമ സമരത്തിനിറങ്ങിയ അഹിംസാവാദികളും വെള്ളരിപ്രാവുകളുമായ KSU കുട്ടികൾ കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങളാണ്. ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന് വെച്ചാൽ വെറും ഡയലോഗ് പറച്ചിൽക്കാരൻ സതീശനാണെന്ന് KSUക്കാർക്ക് ഇന്നാണ് പിടികിട്ടിയത്. കുട്ടികളെ തല്ലിയാൽ തിരിച്ചു തല്ലും, വീട്ടിൽ കയറി തല്ലും, പോലീസിനെയും തല്ലും. ആഹാ, എന്തൊക്കെ പഞ്ച് ഡയലോഗുകളായിരുന്നു. അതും കേട്ട് തെരുവ് യുദ്ധത്തിനിറങ്ങിയ KSU പിള്ളേർക്ക് കണക്കിന് കിട്ടി. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വെറും ഡയലോഗ് മാത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. സത്യത്തിൽ നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിളി പോയി നിൽക്കുകയാണ് കോൺഗ്രസ്. തങ്ങളും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടേ എന്ന് നാട്ടുകാരറിയണ്ടേ? അതിനാണ് പാവങ്ങൾ ഈ പെടാപ്പാടെല്ലാം പെടുന്നത്. കരിങ്കൊടി കാണിച്ച് തങ്ങളുടെ കുട്ടികളെ തല്ലുന്നേ എന്നാണല്ലോ നിങ്ങളുടെ നിലവിളി. അല്ല കോൺഗ്രസേ, നിങ്ങൾ എന്തിനാണ് കരിങ്കൊടി സമരം നടത്തുന്നത്? ഏത് സമരത്തിനും ഒരു കാരണമുണ്ടാവില്ലേ? കാരണവും ലക്ഷ്യവും പറഞ്ഞുകൊണ്ടല്ലേ സാധാരണ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ സമരം നടത്തുക? കോൺഗ്രസ്സോ യൂത്ത് കോൺഗ്രസ്സോ KSUവോ അങ്ങനെ ഒരു കാരണവും പറഞ്ഞതായി കാണുന്നില്ല. സമരവും പ്രഖ്യാപിച്ചിട്ടില്ല. കാസർഗോഡ് തുടങ്ങിയ നവകേരള സദസ്സ് ഒരു ജില്ല പിന്നിട്ട് കണ്ണൂർ കല്യാശ്ശേരിയിലെത്തിയപ്പോഴാണ് യൂത്തിൻ്റെ തുണി കാണിച്ച് തല്ലുകൊള്ളുന്ന പരിപാടിക്ക് തുടക്കം. ഒരു കാരണവും പറയാനില്ലാതെ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി കലക്കാനിറങ്ങിയാൽ പൊതുജനം പുറം പൊളിച്ചെന്നിരിക്കും. ഇരന്ന് വാങ്ങിയിട്ട് മോങ്ങിക്കരഞ്ഞ് ഇരവാദം പറഞ്ഞിട്ട് എന്ത് കാര്യം? അധികാരം നഷ്ടപ്പെട്ടതിൻ്റെയും അതിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നതിൻ്റെ തിരിച്ചറിവും നിങ്ങളുടെ മാനസിക നില തകരാറിലാക്കിയിട്ടുണ്ടാവുമെന്നറിയാം. അതിൻ്റെ വെപ്രാളവും ബഹളവുമാണല്ലോ ഈ കാട്ടിക്കൂട്ടുന്നതും. അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ മര്യാദ, ജനാധിപത്യ മര്യാദ, ഇത്തരം വാക്കുകളൊന്നും കോൺഗ്രസ്സുകാർക്ക് ബാധകമല്ലല്ലോ. പണ്ട് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയ കാലത്ത് യൂത്തിൻ്റെയും KSUവിൻ്റെയും 100 ഇരട്ടി സംഘടനാശേഷി ഉണ്ടായിരുന്നിട്ടും SFIയോ DYFIയോ രാഷ്ട്രീയമായി അഭിപ്രായം പറഞ്ഞതല്ലാതെ ഇമാതിരി പേക്കൂത്തുകൾക്ക് ഇറങ്ങിയിട്ടില്ല എന്നത് ഓർമ്മിക്കുക. അല്ല, പോത്തിനോട് വേദമോതിയിട്ട് എന്ത് കാര്യം?